നമസ്കാരം. എൻ്റെ പേര് ശശാങ്ക് കുളവണ മക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതായത് പലർക്കും തോന്നിയിട്ടുള്ള വിഷയമാവാം, അല്ലെങ്കിൽ സമകാലീന വിഷയങ്ങളിൽ താല്പര്യമുള്ളവർക്ക് കേൾക്കാം. വളരെയധികം എനിക്ക് തോന്നിയൊരു കാര്യം നിങ്ങളോട് പങ്കുവെക്കുകയാണ് കേട്ടോ. ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം. ഈ ഒരു മുദ്രാവാക്യം വളരെ വൈറലായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു 3-4 പെൺകുട്ടികൾ ഉച്ചത്തിൽ വിളിക്കുന്ന മുദ്രാവാക്യമായിരുന്നു. ഈ മാനവരക്തം, നമ്മളിലുള്ള മാനവരക്തം ഉണ്ടല്ലോ, ഈ മാനവരക്തം തിളക്കണം എന്നുണ്ടെങ്കിൽ അതിന് ചില ക്രൈറ്റീരിയകളുണ്ട്. അത് എന്തുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ സുഡാനിൽ നടക്കുന്നതും നൈജീരിയയിൽ നടക്കുന്നത് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം നമുക്ക് ചില സ്ഥലത്ത് മാനവരക്തം തിളക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, കേരളത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യ ഒട്ടുമൊത്തവും അതേപോലെ തന്നെ ആഗോളതലത്തിലും ഈ മാനവരക്തം തിളക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ക്രൈറ്റീരിയയും അതിനൊരു ഫണ്ടിങ്ങും ഉണ്ട്. അതേപോലെ കണ്ണീരും അതേപോലെ തന്നെ പണവും ഒന്നിച്ചൊഴുകിയാൽ മാത്രമേ ആ മാനവരക്തം തിളയ്ക്കുള്ളൂ. അത് ഏത് മേഖലയിൽ നിന്ന് അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നവരായിക്കോട്ടെ, അതിനുള്ള പ്രതിഫലമുണ്ട്, അതിനുള്ള എന്താണ് അവരുടെ ലാഭം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതിന് പ്രത്യേകിച്ച് എല്ലാ മാനവരക്തവും നമ്മൾ ഒന്നിക്കുന്നതും തിളയ്ക്കുന്നതും എല്ലാ കണ്ണുകളും പോകുന്നതും എപ്പോഴും ഒരു മുനമ്പത്തേക്കാണ്. ഒരു ഗാസ മുനമ്പത്തേക്ക് മാത്രം പോകുന്ന കണ്ണുകൾ, അതേപോലെ തന്നെ ഗാസ മുനമ്പത്തെ ക്രൂരത മാത്രം കാണുന്നവർ, മനുഷ്യത്വരഹിതമായി രണ്ട് ജനറലുകൾ ആർമി ചീഫുകൾ തമ്മിലുള്ള ഒരു സംഘടനവും, അതേപോലെ തന്നെ ഒരു അറബ് രാജ്യത്തിൻ്റെ സ്വർണ്ണ ലാഭത്തിന് വേണ്ടിയിട്ട് ഒരു ജനറലിനെ കയ്യാളാക്കി വെച്ചുകൊണ്ട്, അദ്ദേഹത്തിന് അധികാരം മറുപങ്കായി വെച്ചുകൊണ്ട്, അദ്ദേഹത്തിന് മുമ്പിൽ അധികാരം വെച്ചുകൊണ്ട് അവിടെ കലാപം സൃഷ്ടിക്കുന്ന, നരഹത്യ സൃഷ്ടിക്കുന്ന ഒരു മൊത്തത്തിലുള്ള വംശഹത്യയായിട്ട് UN തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ അവിടെ നമുക്ക് മാനവരക്തം തിളക്കില്ല. കാരണം നമുക്ക് കണ്ണീരുണ്ടാവില്ല, നമുക്ക് ഫണ്ടിങ് ഇല്ല, നമുക്ക് പ്രകടനങ്ങളില്ല, നമുക്ക് ഒന്നും തോന്നുന്നില്ല. നമുക്ക് ആ കുട്ടികളുടെ അവിടുത്തെ അവസ്ഥ, 2000-ഓളം ആളുകളെയാണ് കൊന്നൊടുക്കുന്നതെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. മതിലുകൾ കെട്ടി മരുന്നും ഭക്ഷണവും തടഞ്ഞു നിർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമുക്കപ്പോൾ തിളക്കില്ല രക്തം. നമുക്ക് തിളക്കണമെങ്കിൽ എപ്പോൾ തിളയ്ക്കണം, നമ്മൾ തിളക്കില്ല. കാരണം നമ്മൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി തിളയ്ക്കാത്ത രക്തമാണ്, ബംഗാളിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി തിളക്കില്ല. അതൊന്നും മനുഷ്യന്മാരെ അല്ല. നമുക്ക് മനുഷ്യന്മാരാവണം, മാനവ രക്തം കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേകതരം ഒരു മതത്തിൻ്റെ രക്തം മാത്രം കാണണം. എന്നാൽ മാത്രമാണ് ഈ സമൂഹ മാധ്യമങ്ങളിലും അതേപോലെ തന്നെ അല്ലാതെ സിനിമാ മേഖലയിലും അല്ലാതെ തന്നെ രാഷ്ട്രീയപരമായിട്ടും വളരെയധികം ഘോരഘോരം മാനവികത പ്രസംഗിക്കുന്നവർക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ ഊർജ്ജം വേണം. ഇതൊരു കച്ചവടമാണ്. ഇതിൽ പലതരത്തിലുള്ള ഗൂഢലക്ഷ്യങ്ങളുണ്ട്. കാരണം അവിടെ ഒരു എത്തനിക് ക്ലെൻസിങ് നടക്കുന്നുണ്ട്. നമ്മളെല്ലാവരുടെയും പറയും ഫാസിസം, ഡിക്റ്റേറ്റർഷിപ്പ്, എത്തനിക് ക്ലെൻസിങ്, വംശഹത്യ, ജിനോസൈഡ് വെച്ച് അലക്കും നമ്മൾ. പക്ഷെ ശരിക്കും നടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ നിശബ്ദരായിട്ട് മൗനം പാലിച്ചുകൊണ്ട് നമ്മൾ പഴം വിഴുങ്ങിയിരിക്കുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ കച്ചവടമാണ്. ഗ്ലോബലി നടക്കുന്ന മതവും രാഷ്ട്രീയവും എല്ലാം കൂടിക്കലർന്ന് നടക്കുന്ന വലിയൊരു കച്ചവടമാണ്. അതിൽ ലക്ഷ്യം മണ്ണായിരിക്കാം, സ്വർണമായിരിക്കാം, രാജ്യമായിരിക്കാം, മതമായിരിക്കാം, അധികാരമായിരിക്കാം, ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ പ്രേരിതമായിട്ടാണ് എല്ലാവരും പ്രതികരിക്കുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ഈ നിഗൂഢമായ ലക്ഷ്യങ്ങളിൽ മാനവത മിക്സ് ചെയ്തിട്ടുള്ള ഈ പരിപാടി ഇനിയും തുടരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.